നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മതസ്പർദ്ധയും അന്യമത വിദ്വേഷവും മുമ്പൊരു കാലത്തും ഉണ്ടാകാത്ത വിധം കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് വെളിവാക്കുന്ന സംഭവങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന പൊതുജന സമൂഹത്തിൻ്റെ മതനിരപേക്ഷമായ നിലപാടുകൾക്കും സഹവർത്തിത്വത്തിനും മുറിവേൽപ്പിക്കാൻ ഉളുപ്പില്ലാത്ത വർഗീയത പുലമ്പുന്ന കുറേ നികൃഷ്ട ജന്മങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നാട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജന നടത്തിയ നന്ദഗോവിന്ദം ഭജൻസ് ഗ്രൂപ്പ് ഒരു ക്രിസ്തീയ കീർത്തനം പാടിയതിൻ്റെ പേരിൽ സ്വയം പ്രഖ്യാപിത വർഗീയവാദികൾ നമ്മുടെ പൊതുജന മണ്ഡലത്തെ വിഷലിപ്തമാക്കാനുള്ള ശ്രമത്തിലാണ്. നന്ദഗോവിന്ദം ഭജൻസ് നടത്തുന്ന പരിപാടി ഭക്തജനങ്ങളിൽ വലിയ തോതിൽ സ്വീകാര്യത നേടിയപ്പോൾ ഭക്തി വളർന്നതിലൂടെ വർഗീയത ഒളിച്ചു കടത്തുന്നു എന്നൊരു ആരോപണം ഈ വിഷജന്തുക്കളുടെ മറുപക്ഷത്താണ് എന്ന മട്ടിൽ മറ്റൊരു കൂട്ടർ ഉന്നയിച്ചിട്ട് അധികമൊന്നുമായിട്ടില്ല. ഈ രണ്ടാമത്തെ കൂട്ടരാണ് ഹിന്ദു വർഗീയവാദികളുടെ വളർച്ചയ്ക്ക് വളമിട്ട് കൊടുക്കുന്നത്. ക്ഷേത്ര സങ്കേതത്തിനുള്ളിലായാലും പുറത്തായാലും ഈശ്വരസ്തുതി ഗാനരൂപത്തിൽ ആലപിക്കുന്നതിന് മുൻകാലങ്ങളിലൊന്നും ആരിൽ നിന്നും വിലക്കുണ്ടായിരുന്നതായി അറിയില്ല. തീവ്ര ഹിന്ദുത്വവാദികൾ വർദ്ധിച്ചതോടുകൂടിയാണ് ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന നാട്യങ്ങളോടെ ഇക്കൂട്ടർ ഇടപെടാൻ തുടങ്ങിയത്. അന്യമതത്തിൽപ്പെട്ട അയൽക്കാരനോട് ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാണ് പരിപാവനമായ ക്ഷേത്രാങ്കണങ്ങളെ മലിനമാക്കുന്നത് എന്ന് ഹിന്ദു സാമാന്യം അറിയേണ്ടതുണ്ട്. സാമുവൽ വേദനായകം പിള്ള രചിച്ച ദൈവസ്തുതിയായ കരുണാലയ നിധിയെ എന്ന ഹിന്ദോള രാഗത്തിലുള്ള സങ്കീർത്തനം നിരവധി വേദികളിൽ പുല്ലാങ്കുഴലിൽ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ കൃതിയെയും അതിൻ്റെ രചയിതാവിനെയും കുറിച്ച് വിശദീകരിക്കുന്നതും കേട്ടിട്ടുണ്ട്. പിന്നെ ഈശ്വർ അല്ലാ തേരാ നാം എന്ന ഭാഗമുള്ള ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനയും വായിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും എതിർക്കാൻ വന്നിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ വേമ്പിൻകുളങ്ങരയിലെ ഗാനാലാപം ഇത്തരത്തിൽ വളരെ സ്വാഭാവികമാണെങ്കിലും അത് വിവാദമായി. ഹിന്ദു വർഗീയവാദികളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ഹിന്ദു വർഗീയവാദികൾക്കെതിരെ ഈ ഭജന ഗ്രൂപ്പും വേമ്പിൻകുളങ്ങര ക്ഷേത്ര ഭരണസമിതിയും യഥാർത്ഥ ഹിന്ദുധർമ്മത്തിനുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര കെട്ടുറപ്പിന് കോട്ടം തട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് നന്ദഗോവിന്ദം ഭജൻസ് സംഘത്തെ ആക്ഷേപിക്കാൻ എത്തുന്നത്. ലോകത്തിലെ എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ദേവസങ്കല്പങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വിശാലമായാണ് ഹിന്ദുമതമെന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. മുമ്പ് പറഞ്ഞ വർഗീയവാദികൾക്ക് സൗകര്യം പോലെ ചിലപ്പോൾ ഇതും ഉദ്ധരിക്കുന്നത് കാണാറുണ്ട്. ഇത്രയും വിശാലമായ വീക്ഷണവും സഹിഷ്ണുതയും കാട്ടിയിട്ടും ഹിന്ദുവിൻ്റെ തലയിൽ കയറാൻ മറ്റു മതക്കാർ വരുന്നു എന്നാണ് ഈ വർഗീയവാദികളുടെ ആക്ഷേപം. മറ്റു മതക്കാർ ശരിയാകാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങളും നന്നാകാൻ തയ്യാറില്ല എന്നാണ് ഈ വർഗീയവാദികളുടെ വാശി. ഇന്ത്യയിലെ ന്യൂനപക്ഷം വരുന്ന മതസൗഹൃദങ്ങളെ ഭൂരിപക്ഷത്തിൻ്റെ കയ്യൂക്കും അധികാരവും ഉപയോഗിച്ച് പീഡിപ്പിക്കുമ്പോഴും ഉത്തമ പുരുഷനായ രാമന്റെ നാമവും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രവും ഉളുപ്പില്ലാത്ത ചൊല്ലാനാകുന്ന വൈരുദ്ധ്യത്തിലാണ് ഈ ജന്തുക്കൾ വിഹരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഹിന്ദു ഭക്തിഗാനം പാടാമോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഈ വിവരദോഷികൾ. വിവിധ മതങ്ങളുടെ സമ്പ്രദായങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ പരസ്പരം താരതമ്യം ചെയ്യുക എന്ന ഭൂലോക വിഡിത്തമാണ് ഈ മന്ദബുദ്ധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളെ പൊതുവായി സെനറ്റിക് മതങ്ങൾ എന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ട ഈ മതങ്ങൾ അവ രൂപം കൊണ്ട കാലം മുതൽ സംഘടിതമാണ്. പ്രവാചക മതങ്ങളായ അവ അന്നോ അതിൽ കൂടുതലോ സ്ഥാപകാചാര്യന്മാർ നിശ്ചയിച്ച വിശ്വാസത്തിന്റെ
അടിത്തറ കൃത്യമായി അനുശാസിക്കുന്ന മതവിശ്വാസികളുടെ കൂട്ടമാണ്. ബഹുദൈവാരാധനയും പ്രാകൃത ആചാരങ്ങളും ഉണ്ടായിരുന്ന പെഗൺ മതങ്ങളിൽ നിന്ന് ആ വിശ്വാസങ്ങളെ നിരാകരിച്ച് ഏകദൈവ വിശ്വാസത്തിലാണ് അവ ഉയർന്നു വന്നത്. അവയിൽ തന്നെ പല കാലത്തും വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസത്തിൽ പല ഉൾപ്പിരിവുകളും ഉണ്ടായിരുന്നു. സിദ്ധാന്തത്തിൻ്റെയും ആരാധനയുടെയും കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകളും കാഴ്ചപ്പാടുകളുമായി പരസ്പരം അംഗീകരിക്കാനാവാത്ത നിരവധി ഗ്രൂപ്പുകളിലായാണ് ലോകമെമ്പാടും ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ കാണപ്പെടുന്നത്. എങ്കിലും പ്രവാചകന്റെ അടിസ്ഥാന ദർശനം അവർ മുറുകെ പിടിക്കുന്നു. തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വിശ്വാസത്തിലും ആരാധനയ്ക്കും പുറത്തുള്ള വിശ്വാസങ്ങളെ ആ മതങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സ്വാഭാവികമായും അനുമതിയില്ല. എങ്കിലും അതാത് മതങ്ങൾ പ്രചരിപ്പിക്കുകയും വളരുകയും ചെയ്ത ഇതര ദേശങ്ങളിലെ ആചാര രീതികളെ ഒരു പരിധിവരെ അവ ഉൾക്കൊണ്ടിട്ടുണ്ട്.